ഈ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് പകരുക എന്ന ലക്ഷ്യത്തോടുകൂടി മൂന്നാറിൽ ആരംഭിച്ച ഈ ഹോർട്ടികോപ്പിന്റെ സ്ട്രോബെറി പാർക്കിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. സ്ട്രോബെറി കൃഷിയിലൂടെ പഴങ്ങൾ വിൽപ്പന നടത്തുക എന്നതിനൊപ്പം തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയായിരുന്നു അന്ന് ആ പദ്ധതി തുടങ്ങിയത്. തുടക്കത്തിൽ വലിയ രീതിയിൽ പോയ പദ്ധതി ഇപ്പോൾ താറുമാറായി എന്നാണ് ആക്ഷേപം. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പരിശോധിക്കാം. വട്ടവടയിലെ സ്ട്രോബെറി കൃഷിയുടെ കാഴ്ച തേടി പോകുന്ന സഞ്ചാരികൾക്ക് സ്ട്രോബെറിയുടെ മധുരം മൂന്നാറിൽ വെച്ച് നുകരാനും ആവശ്യക്കാർക്ക് സ്ട്രോബെറി പഴങ്ങൾ വാങ്ങാനും വേണ്ടിയാണ് ഹോർട്ടികോർപ്പ് മുൻകൈയെടുത്ത് മൂന്നാറിൽ സ്ട്രോബെറി പാർക്ക് ആരംഭിച്ചത്. സ്ട്രോബെറി പാർക്ക് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സ്ട്രോബെറി കൃഷി ചെയ്ത് വിളവെടുപ്പിന് പാകമാവുമ്പോൾ സഞ്ചാരികൾക്ക് നേരിട്ടെത്തി സ്ട്രോബെറി വാങ്ങാൻ അവസരമൊരുക്കുന്നതായിരുന്നു പദ്ധതി. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുകയെന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ടായിരുന്നു. ഇതിനായി ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു. വി സുനിൽകുമാർ കൃഷിമന്ത്രി ആയിരുന്നപ്പോഴാണ് പദ്ധതി ആവിഷ്കരിച്ചത്. തുടക്കത്തിൽ മികച്ച രീതിയിൽ നടപ്പാക്കിയ പദ്ധതി പിന്നീട് താളം തെറ്റിയെന്നാണ് ആക്ഷേപം. ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് കൃഷി വകുപ്പിന്റെ ഭാഗത്തുനിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് സാധാരണ ജനങ്ങളുടെ നികുതി പണത്തിൽ ഇത്രയും കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന പദ്ധതിയിൽ ഇന്ന് കൊണ്ടുവന്ന മിഷനറി എല്ലാം, അവിടെയുള്ള മിഷനെല്ലാം തുരുമ്പിച്ച് ഒരു അനാഥനെ പോലെ ഉള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ സ്ട്രോബെറി പാർക്കിന്റെ ഭാഗമായ സ്ഥലത്ത് ഹോർട്ടികോർപ്പ് മറ്റ് കൃഷികളാണ് നടത്തുന്നത്. എന്നാൽ സ്ട്രോബെറി പാർക്കിന്റെ പേരിലുള്ള സ്ട്രോബെറി കൃഷി മാത്രം നിലച്ചിരിക്കുകയാണ്. പാർക്കിനുള്ളിൽ സ്ട്രോബെറി കൃഷിക്ക് ഊന്നൽ നൽകണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ സീസൺ കാലത്ത് സ്ട്രോബെറി കൃഷി മൂന്നാർ പാർക്കിൽ കാണാനോ ആസ്വദിക്കാനോ വിനോദസഞ്ചാരികൾക്ക് സാധിച്ചില്ല. ഇതോടെ സ്ട്രോബെറി പാർക്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.